നമ്മൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജനസമിതി തന്നെയായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തെരഞ്ഞെടുത്ത കാര്യത്തിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിച്ചതായിരിക്കുമോ അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടി അഭിപ്രായത്തിന്റെ പുറത്തായിരിക്കുമോ ഈ ഒരു തീരുമാനം? സാധാരണഗതിയിൽ CPM-ന്റെ ഇക്കാര്യത്തിലൊക്കെയുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം അറിഞ്ഞുകൊണ്ട് CPM നേതൃത്വവുമായി കൂടി ആലോചിച്ചുകൊണ്ട് മാത്രമാണ് നിയമനങ്ങൾ നടക്കുക. സ്വാഭാവികമായും പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ആളുകളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പദവിയിലേക്ക് നിശ്ചയിക്കുമ്പോൾ അത് പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്തിയാണ് സാധാരണഗതിയിൽ തീരുമാനമുണ്ടാകുക. അവിടെ മുഖ്യമന്ത്രിയുടെ താല്പര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് വസ്തുതയാണ്. പാർട്ടിക്ക് പല പേരുകൾ ഒരുപക്ഷെ നിർദ്ദേശിക്കാനുണ്ടാവും. അതിൽ ഏറ്റവും അനുയോജ്യമായ ആളിലേക്ക് എത്തുക എന്നത് മുഖ്യമന്ത്രിയുടെ താല്പര്യവും അദ്ദേഹത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട ആൾ എന്ന നിലയിൽ ഉള്ള പരിഗണന എന്നിവയെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും സ്വാഭാവികമായും ഒരാളെ തീരുമാനിക്കുക. അവിടെ മുഖ്യമന്ത്രിയുടെ വാക്കിനാണ് അന്തിമമായ വില. പക്ഷേ ഇത് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശവും പാർട്ടിയുമായുള്ള കൂടിയാലോചനകൾക്കും ശേഷവുമൊക്കെയാണ് തീരുമാനത്തിലേക്ക് പോയത്. പല ഘട്ടത്തിലും എന്താണ് ഒരു വൈകൽ എന്ന നിലയിലുള്ള ചോദ്യങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. അപ്പോഴൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില അഭ്യൂഹങ്ങളൊക്കെ പല പേരുകളായി പ്രചരിച്ചിരുന്നത്. പക്ഷേ അതൊന്നുമല്ല, രാഷ്ട്രീയമായ നിയമനം തന്നെയാണ് ഇക്കാര്യത്തിൽ നടത്താൻ മുഖ്യമന്ത്രി ആഗ്രഹിച്ചത് എന്ന് തീരുമാനത്തിലൂടെ വ്യക്തമായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാർ എന്ന കോഴിക്കോടിന്റെ മുൻ നോർത്ത് MLA-യും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ആൾ തന്നെയാണ് എത്തിച്ചേരുന്നത്. എപ്പോഴായിരിക്കും പ്രദീപ് കുമാർ ചുമതലയേൽക്കുക? ഇനി എന്തെങ്കിലും തുടർ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടോ ഇതിൽ? പ്രത്യേകിച്ച് നടപടിക്രമങ്ങൾ ഒന്നും ഇനി ബാക്കിയില്ല. ഉത്തരവിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏതു നിമിഷം വേണമെങ്കിലും അവിടെ ചുമതല ഏറ്റെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ചുമതല ഏറ്റെടുക്കുന്നതിന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങൾ ഒന്നുമില്ല. ഓഫീസിലെത്തി ഒപ്പിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട് ജോലി ആരംഭിക്കുക എന്നത് മാത്രമേ സാങ്കേതികമായുള്ള നടപടിക്രമങ്ങളായി ഉള്ളൂ. ഏതായാലും അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇനി തിരഞ്ഞെടുപ്പുകളിലേക്ക് സർക്കാർ പോകാൻ പോകുകയാണ്. ഏതാനും മാസങ്ങൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പെത്തും. ഒരു വർഷം കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വീണ്ടും എത്തും. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏറ്റവും ജനകീയമായി ഇരിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കൂടുതൽ ജനങ്ങൾക്കും നേരിട്ട് മുഖ്യമന്ത്രിയുമായി ഇടപെടുക എന്നുള്ളതല്ല, അവരുടെ പരാതികളും ആവലാതികളൊക്കെ ആദ്യം എത്തുക മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഓഫീസിന്റെ ദൗത്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പത്തെ വർദ്ധിപ്പിക്കുന്നത് ആ ഓഫീസിന്റെ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം ഒരു പോസ്റ്റിലേക്കാണ് ജനകീയ മുഖമുള്ള, അതേസമയം സംഘടനാപരമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പരിചയമുള്ള, സംഘടനാപരമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ എന്നും ഒരു കാർക്കശ്യ സ്വഭാവം തന്നെ വെച്ചു പുലർത്തിയിട്ടുള്ള എ പ്രദീപ് കുമാർ എന്ന കോഴിക്കോടിന്റെ ജനകീയ മുഖത്തെ തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവതരിപ്പിക്കുന്നത് എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൂടി ആയിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക, അല്ലേ സാജു? തീർച്ചയായും തെരഞ്ഞെടുപ്പുകൾ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട പ്രേരക ശക്തിയാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണ്. നിലപാടുകളിൽ വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് നമുക്ക് എ പ്രദീപ് കുമാറിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സംഘടനാ ജീവിത ചരിത്രവും MLA ആയിരിക്കുന്ന കാലത്തെ അദ്ദേഹത്തിന്റെ ആളുകളോടുള്ള ഇടപെടലുകൾ എല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അത്തരം ആളുകൾക്ക് പ്രത്യേകിച്ച് ജനങ്ങളുമായി ഏറ്റവും തൊട്ടടുത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ കൂടുതൽ ജനകീയമാക്കാനും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുമൊക്കെ മാറ്റാനുമൊക്കെ ശേഷിയുള്ള ഒരാളെയാണ് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആവശ്യമായിരുന്നത്. അതൊരു തെരഞ്ഞെടുപ്പുകൾ അതിനു മുന്നിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇനി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതൊരു ഭരണമാണ് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായും അങ്ങനെ മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ജനകീയത ഉണ്ടാവേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ട്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള നിയമനമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല. എല്ലാ ഘട്ടത്തിലും പാർട്ടി നേതൃത്വത്തോട് ചേർന്ന്
നിന്ന് തന്റെ നിലപാടുകൾ വിശദീകരിക്കുമ്പോഴും ആ നിലപാടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് പാർട്ടിക്കൊപ്പം ചലിക്കുക എന്ന രീതിശാസ്ത്രമുള്ള നേതാവ് കൂടിയാണ് എ പ്രദീപ് കുമാർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും സംഘടനാ ജീവിതത്തെയും ഒക്കെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയും. ഒപ്പം ജനങ്ങൾക്ക് ഏതൊരു ആവശ്യത്തിനും സമീപിക്കാൻ കഴിയുന്ന ആള് എന്ന നിലയിൽ MLA ആയിരുന്ന കാലയളവിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും ജനകീയനായി മാറുകയും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലുമൊക്കെ കരുത്ത് കാട്ടിയ ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായും അത്തരം അനുഭവ സമ്പത്ത് കൂടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകാരപ്പെടും എന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. അതുകൂടി മുഖ്യമന്ത്രിക്ക് പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്നു കോഴിക്കോട് നോർത്ത് മുൻ MLA എ പ്രദീപ് കുമാർ.